ഒരുപാട് പേരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വഴിപാട് നടത്തി, നേർച്ച ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് ടോക്കാണ്. നമ്മുടെ അനുമോള് 2 ദിവസം മുമ്പ് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലൈവിൽ ഒരുപാട് പേര് നല്ലൊരു ലൈവായിരുന്നു കേട്ടോ. ഒരാളിനെ പോലും കുറ്റം പറയുന്നില്ല. വിൻസി, ശൈത്യ, അപ്പാനിയൊക്കെ പോയിട്ട്, ശാരിക, KB ഒക്കെ പോയിട്ട് ഒരുപാട് ഇൻ്റർവ്യൂവിൽ പോയിട്ട് അനുമോളെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുമോളെ PR ആണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുറ്റമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ലൈവിൽ അവരെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് ലൈവിൽ. ഒരാളോട് പോലും മോശമായിട്ട് ഈ വ്യക്തികൾ ഒരാളെയും സംസാരിച്ചിട്ടില്ല. അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞോട്ടെ. ഇനി എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ പോലും അവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് തെറി പറയരുത് അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലാതെ വേറൊന്നും അല്ല പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അനുമോളെ ഇപ്പോൾ ഒരുപാട് പേർക്ക് എന്നോട് എന്തും ചോദിക്കാമെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ട് ഒരുപാട് പേരോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞിട്ട് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം, ആൻസർ പറയാമെന്ന്. അപ്പോൾ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ വായിക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ എന്താണ് നൈഹമാൾ എന്ന് പറഞ്ഞൊരു ഒരാൾ ചോദിച്ചിരിക്കുന്നതാണ്. ചോദ്യമില്ല, പക്ഷേ ഒരു അഭ്യർത്ഥന ഉണ്ട്. സൂക്ഷിച്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. നിന്റെ വായിൽ നിന്നും എന്തെങ്കിലും വീഴാൻ കാത്തു നിൽക്കുന്ന വലിയൊരു ഗ്രൂപ്പ് പിറകെ ഉണ്ട്. ബി കെയർഫുൾ. കൂടെയുള്ളവരെ പോലും വിശ്വസിക്കരുത്, ബന്ധുക്കൾ ഒഴികെ. അതിന് വന്നിട്ട് 3K ലൈക്കാണ് ആ ക്വസ്റ്റ്യന് കിട്ടിയിരിക്കുന്നത്. അതിൽ 82 അനുമോള് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരെയും വിശ്വസിക്കേണ്ട എന്നൊന്നും പറയാൻ പറ്റില്ല. വിശ്വസിക്കാം, എന്നാലും ആത്മാർത്ഥയോടെ വിശ്വസിക്കേണ്ട എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെയുള്ളൂ, ആത്മാർത്ഥയോടെ വിശ്വസിക്കേണ്ട. പിന്നെ അനുമോള് ലൈവിലൊക്കെ വരുമ്പോൾ ജെനുവനായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനത് മെയിനായിട്ട് നോക്കാൻ കാരണം പട്ടാക്കളസിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് നോക്കിയത്. അപ്പോൾ അതും ചോദിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. പിന്നെ അടുത്ത ആൾ ചോദിച്ചിരിക്കുന്നത്, അനക്കുട്ടി ഉള്ളതുകൊണ്ട് മാത്രം ആദ്യമായി ഞാൻ ബിഗ് ബോസ് കണ്ടു, വോട്ട് ചെയ്തു. ആതിര നല്ല കൂട്ടുകാരാണ്, സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഒറ്റുന്ന കൂട്ട് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. കൺഗ്രാജുലേഷൻസ് ആൻഡ് ബെസ്റ്റ് വിഷസ്. അതിനെ കുറിച്ചാണ് മനസ്സിലായല്ലോ, സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഒറ്റുന്ന കൂട്ടില്ലാതാണ് നല്ലതെന്ന്. അത് ആ മൂന്ന് പേർക്ക് വേണ്ടിയിട്ടാണ്, ശൈത്യ, ആതില, നൂറ. അപ്പോൾ ഒരാൾക്കും ഈ കട്ടപ്പ ഗേൾസിനെ അവോയ്ഡ് ചെയ്യാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ വേറൊന്നും പറയുന്നില്ല. അടുത്തത് ലക്ഷ്മി നക്ഷത്ര, അനക്കുട്ടി റീയൂണിയൻ വേണ്ടി വെയിറ്റിംഗ് എന്ന്. അത് ലക്ഷ്മി നക്ഷത്രയുടെ അനക്കുട്ടിയുടെയും റീയൂണിയൻ ഉണ്ടല്ലോ, അതിന് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ആൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പിന്നിൽ നിന്ന് കുത്തിയവരെ ഒരിക്കലും കൂടെ കൂട്ടരുത്. അത് ഗെയിമായാലും ജീവിതത്തിലായാലും. അനുമോളുടെ കൈ ലാലാട്ടിന് ഉയർത്തുന്ന നിമിഷം കൈയടിച്ച് സന്തോഷിച്ച ഒരാളിൽ ഞാനുമുണ്ട്. ലവ് യു അനുമോൾ, ഹാപ്പിയായി ജീവിതം മുന്നോട്ട് പോകട്ടെ. അത് സത്യമാണ്. അതിൽ ഞാനും ഉണ്ട്, ഞങ്ങളും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അങ്ങനെ കൈ പൊന്തിച്ചപ്പോൾ സന്തോഷിച്ച, തപ്പ് പൊട്ടിയ, ആനന്ദിച്ച ഒരുപാട് പേര്. പിന്നെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയ സ്റ്റാർ മാജിക്കുകാർക്ക് ഒരു ലഡ്ഡു പോലും. അത് ഷിയാസ് കരീം ഒന്ന് പറയുന്നുണ്ട്. ഏതൊരു പ്രോഗ്രാമിന് പോയിട്ട് സ്റ്റാർ മാജിക്ക് ഒരാളില്ല ലഡ്ഡു പോലും മേടിച്ചു കൊടുത്തില്ല, ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാർ മാജിക്കായിട്ട് റീയൂണിയൻ കട്ട വെയിറ്റിംഗ് ആണെന്ന് പറയുന്നുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, നിൻ്റെ ജീവനും ആയുസും കിട്ടിയുള്ള ഭാഗ്യം. എന്നെ പോലുള്ള അമ്മമാർ ടെൻഷൻ അടിച്ച് ഹാർട്ട് അറ്റാക്ക് ആവുന്ന അവസ്ഥയായിട്ട്. അല്ല, അത് സത്യമുണ്ടോ. അതിന് 1.3K ലൈക്കാണ്. അത് സത്യമാണുണ്ടോ. കാരണം ഞാനിപ്പോൾ ഇടയിൽ വീട്ടിലേക്ക് പോയപ്പോൾ അമ്മമ്മ, ഞാനിങ്ങനെ വൈഫിനോട് സംസാരിച്ചപ്പോൾ കരയായിരുന്നു ഒരുപാട് അമ്മമാരെന്ന് പറഞ്ഞപ്പോൾ, അതെന്താ ഒരാളിരിക്കുന്നു ഇവിടെ നിന്ന് കരഞ്ഞ് ഒരാളിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ അമ്മ എപ്പോഴും ഇത് കാണുമായിരുന്നു. അനുമോളെ ഇഷ്ടമാണ്. അങ്ങനെ അത് അന്ന് കുടുകുടുന്ന് ലാസ്റ്റത്തെ വീക്ക് ഫുള്ളായി കരച്ചിലായിരുന്നു എന്ന് പറഞ്ഞു. വൈകുന്നേരം കരയായിരുന്നു. ലാസ്റ്റത്തെ വീക്ക് ഫുൾ അനുമോളെ ടാർഗറ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ നിന്നെ ഓർത്ത് 3 സമയങ്ങളിൽ ഞാൻ കരഞ്ഞു. PR-നെ മഞ്ജു വിനോദ് എന്ന് പറഞ്ഞ ലേഡി പറയാണ്. PR-നെ പുറത്താണോ ഞാൻ നിൽക്കുന്നതെന്ന് ബിഗ് ബോസിനോട് ചോദിച്ചത്. ആദിലയോട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ജിഷിനോട് പറഞ്ഞപ്പോൾ, പിന്നെ കണ്ണാടിയോട് സംസാരിച്ചപ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദനയെന്ന് എന്നെപ്പോലുള്ള അമ്മമാർക്ക്. അത് സത്യമാണ്. എനിക്ക് കണ്ണാടിയുടെ മുൻപിൽ നിന്ന് കരഞ്ഞപ്പോൾ വലുതായിട്ട് തോന്നിയില്ല. കാരണം അതെല്ലാം കഴിഞ്ഞിട്ട് അവസാന നിമിഷമല്ലേ.
അവരൊക്കെ ഇറങ്ങിപ്പോയ ശേഷമാണ്. അല്ലാതെ ഈ ജിഷ്യനോട് പറഞ്ഞപ്പോൾ കരച്ചിൽ വന്നു. പിന്നെ ബിഗ് ബോസിനോട് ചോദിച്ചില്ല ഞാൻ പി ആറിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ നമുക്കും സങ്കടം വന്നു, ആർക്കും സങ്കടം വരുന്ന കാര്യമായിരുന്നു. നീ ആരെയും ഒന്നും പറയണ്ടാനോ, നിന്റെ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകുക. എന്ത് തീരുമാനമെടുക്കുമ്പോഴും 2 വട്ടം ചിന്തിക്കൂ. ഗോഡ് ബ്ലെസ് യു ഡിയർ, ലവ് യു അനു. അത് സത്യം കേട്ടോ, അത് സത്യം. അങ്ങനെ ഒരുപാട് പേര് കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ പട്ടാക്കളസിനെ കുറിച്ച് ചോദിക്കുന്നുമില്ല. മറ്റ് കണ്ടസ്റ്റൻറ്റുകളിൽ നിന്നും അനുവിന് ഉണ്ടായ മാനസിക പീഡനം പോലെ ഒരു ബിഗ് ബോസ് സീസണിൽ വന്ന് അറിഞ്ഞ് നേരിടേണ്ടി വന്നിട്ട് അത് വിന്നറിനെ നേരിടേണ്ടി വന്നിട്ടില്ല. അത് സത്യമാണ് കേട്ടോ. അതായത് ഈ വർഷം ഇപ്പോൾ അത് അനുമോളുടെ മിസ്റ്റേക്ക് ഉണ്ടോ അനുമോളുടെ മിസ്റ്റേക്ക് ഇല്ലെന്നല്ല, പക്ഷേ ഈ വർഷത്തെ കണ്ടസ്റ്റൻ്റ് എല്ലാവരും ടാർഗറ്റ് ഭയങ്കരമായിട്ട് അനുമോളുടെ ടാർഗറ്റ്, അതായത് കണ്ടൻറ്റിന് വേണ്ടിയിട്ട് അനുമോളുടെ പുറകിൽ പോകുമായിരുന്നു. ലാസ്റ്റ് നിമിഷം അനുമോളെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കണം എന്നുള്ള രീതിയിൽ ഉള്ള ഗെയിമായിരുന്നു ഇവരുടെ എല്ലാവരുടെയും. അങ്ങനെയാണ് തോന്നിയത്, ഒരാളുടെ പോലും ഇല്ല, എല്ലാവരുടെയും അങ്ങനെ ഒരു ഗെയിമായിരുന്നു. പുറത്ത് ചാടിക്കാം എന്നുള്ള ആ ഒരു ഗെയിമായിരുന്നു. അങ്ങനെ ആ സമയത്താണ് പിന്നെ ലക്ഷ്മി വന്നതും മോട്ടിവേഷൻ കൊടുത്തതും ഒക്കെ ചെയ്തത്. അല്ലെങ്കിൽ അനുമോൾ പുറത്തേക്കൊന്നും പോവില്ല, അത് വേറെ വശം. അനുമോളൊക്കെ സ്ട്രോങ് ലേഡിയാണ്, അതുകൊണ്ട് പുറത്തേക്ക് എന്തായാലും പോവില്ല. പക്ഷേ അത് എങ്ങനെ പുറത്ത് ആട്ടി വിടാനുള്ള ഒരു ഇതിലായിരുന്നു. അതിനും കൂടി വേണ്ടിയിട്ടാണ് ആദിലെന്ന് പറയും കൂടി കളിച്ചത്. കാരണം ആദിലെന്ന് പറയുന്ന ഒരു ഗെയിം പ്രത്യേക ഗെയിമാണ്. കാരണം അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരിങ്ങനെ പോയി ഇരുന്ന് ക്യാമറയുടെ മുന്നിൽ പോയിട്ട് ഇരുന്ന് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് സംസാരിക്കും. ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അത് ചെയ്യുന്നത്. അല്ലാതെ അവർ ഫുള്ള് ക്യാമറ എവിടെയാണ്, കറക്റ്റ് ഗെയിമാണ് അവരുടെ. അവർ ഒരുപാട് സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ പോയി രണ്ടാമത് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കും. ലാസ്റ്റ് 9 days ഗോ എന്നൊക്കെ എഴുതിയ സമയത്തും അതിൻ്റെ ചുവട്ടിൽ ഇരുന്നിട്ട് കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാലത്ത്. അതേപോലെ എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ശൈത്യയോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് എഴുതി തന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അതായത് ഞങ്ങളെ പുറത്ത് പോയിട്ട് ഇവിടെ കണ്ടാൽ മതി, നമ്മുടെ വിനുവിനെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യയോട് പറഞ്ഞതും ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് അങ്ങനെ നടന്ന് സംസാരിക്കുക. അതേപോലെയായിരുന്നു ഇവരുടെ ഗെയിം ഇപ്പോഴും. നല്ല ഗെയിമാണ്, പക്ഷേ കൂടെ നിന്നിട്ട് ഒറ്റേണ്ട ആവശ്യമില്ലായിരുന്നു. തളർത്താൻ നോക്കിയിട്ട് നടന്നില്ല. കരഞ്ഞ് തളർന്ന് ഓടും എന്ന് കരുതി ആ 25 പേരെ 100 ദിവസം നിന്ന് നേരിട്ട സിംഹക്കുട്ടിയോടെ എന്ത് ചോദിക്കാൻ, എന്ത് പറയാൻ. കീപ് ഗോയിങ് വിത്ത് യുവർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. മിസ്റ്റർ സ്മോക്കറാണത്. അത് അടിപൊളിയാണ് കേട്ടോ. അത് എല്ലാത്തിനും നല്ല ലൈക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും അനുമോള് ഒരു ലവ് ഹാർട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ അനുമോൾ എല്ലാവരുടെയും നോക്കിയിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എന്തായാലും അങ്ങനെ അടുത്ത കമൻറ്റ്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാ ഇത്തമാർക്കും അനുക്കുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ലൈവ് കണ്ടിരിക്കുക. അനുമോൾ ലൈവ് മിണ്ടാതെ ഇരിക്കുന്ന ദിവസം ഭയങ്കര ബോറായിരുന്നു. അനുക്കുട്ടി ഒന്ന് ചിരിച്ച് കണ്ടാൽ ഞങ്ങൾ ഹാപ്പിയാകും. എന്താ ഇത്രയും BBയിൽ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുമോളിനെയാണ്. നെറ്റിയിലൊരു ചക്കര ഉമ്മ. അതായത് അത് സത്യമാണ് കേട്ടോ. അനുമോൾ ഒരു ദിവസം ഡൗൺ ആയാൽ ആ ദിവസം BBക്ക് കണ്ടൻ്റ് ഇല്ല. അനീഷ്, അനുമോള്, ഷാനവാസ്, മെയിനായിട്ട് അനുമോള്, അല്ലാതെ കണ്ടൻ്റ് ഇല്ല. അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും കൂടി അവരുടെ ഫ്രണ്ട്ഷിപ്പ് കോംബോ ആണ്, അതാണ് ഒരു കണ്ടൻ്റ് എന്ന് പറയാനുള്ളത്. പക്ഷേ അനുമോളുടെ അങ്ങനെയല്ല. അനുമോൾ എവിടെ അന്ന് ഉറങ്ങിയോ അന്നത്തെ ദിവസം കണ്ടൻ്റ് ഇല്ല, BBക്ക് കണ്ടൻ്റ് ഇല്ല. ലാലേട്ടനൊക്കെ ഒരു ദിവസം പറയുന്നത് കൊണ്ട് BBക്ക് കണ്ടൻറ്റ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണ്ട എന്നൊക്കെ. പക്ഷേ അനുമോൾ തന്നെയാണ് കണ്ടൻറ്റ്. അനുമോൾ ഉണ്ടാക്കിയ കണ്ടൻറ്റ് അവിടെ ഉള്ളൂ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ആരുടെയും കുറ്റങ്ങൾ നീ പറയാറില്ല. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, ശൈത്യ ഒരിക്കലും നിൻ്റെ ഫ്രണ്ടായി നീ കൂട്ടരുത്. നല്ല കൂട്ടുകാരെയും ചീത്ത കൂട്ടുകാരെയും മനസ്സിലാക്കാൻ ശ്രമിക്കും. അല്ല, അത് സത്യമാണ് കേട്ടോ. ശൈത്യ അതായത് അതിനകത്ത് നിന്ന് എല്ലാവരും ഗെയിമാണെന്ന് വിചാരിക്കാം. അതിനകത്ത് നിന്നിട്ട് ഗെയിം കളിച്ചിട്ട് പുറത്തിറങ്ങി അത് അവസാനിപ്പിക്കാതെ പുറത്ത് നിന്നിട്ട് ഇവരെ എല്ലാവരും വീണ്ടും അനുമോളെ ടാർഗറ്റ് ചെയ്ത് പറയുന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് അത് ഇനി ഇവരെയൊന്നും കൂട്ടുകൂടാതിരിക്കുന്നത് നല്ലത്. കാരണം പുറത്തിപ്പോൾ ആദില നൂറിയൊന്നും പറയുന്നില്ലെങ്കിലും ശൈത്യ, ബിൻസി, അപ്പാനി, ജിഷിനൊക്കെ എന്താ പറഞ്ഞേ, അവരൊക്കെ മോശമായിട്ട് തന്നെ സംസാരിച്ചേ. PR അങ്ങനെ PR ഇങ്ങനെ അത് തന്നെ സംസാരിച്ചത്. മെയിനായിട്ട് അപ്പാനിയും ബിൻസിയും ശൈത്യ എല്ലാം പറഞ്ഞത്. അപ്പോൾ ബിൻസി ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവർക്ക് കണ്ടൻറ്റിന് വേണ്ടി ചോദിക്കും. ബിൻസി പറയാൻ വേണ്ടി നാക്കെടുത്തിട്ട് ചാച്ചൻ്റെ ഓട്ടോയും അപ്പാനിയും അനുമോൾ PR-ഉം അനുമോളുടെ PR-ഉം ഇത് തന്നെയായിരുന്നു സംസാരം. അപ്പോൾ അതുകൊണ്ട് ഇവരെയൊന്നും അടുപ്പിക്കാൻ പാടില്ല, ഇനി ഒരിക്കലും അടുപ്പിക്കാൻ പറ്റാതെ.
ഷാനവാസൊക്കെയുടെ പുറത്തു വന്ന സൗഹൃദമുണ്ടോ, നിങ്ങൾ രണ്ടുപേരും ഉള്ളിൽ എവിടേക്ക് നന്മ ഉള്ളവരായി തോന്നിയിട്ടുണ്ട്, അത് സത്യം. ഷാനവാസിൻ്റെ നന്മയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ അത്രയും ആ രണ്ടെണ്ണത്തിനെ അവരിത്രയും ഷാനവാസിനെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയിട്ടും വീണ്ടും ആദില നൂറിയെ ചേർത്ത് പിടിച്ചത് ഷാനവാസ്. അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഒരു ഗെയിമർ എന്നുള്ളതാണ് കേട്ടോ. ചോദ്യം ഞാൻ നേരത്തെ ചോദിക്കാൻ മറന്നു. ക്വസ്റ്റ്യൻ ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്ന കാര്യമായിരുന്നു. അക്ബറിന് അവിടെ കിട്ടുന്ന പ്രിവിലേജ്, ഒരു പ്രത്യേക ഫേവറിസും ഒക്കെ അത് അനു ഉള്ളിൽ നിന്നുകൊണ്ട് പറഞ്ഞപ്പോൾ ശരിക്കും ഞങ്ങൾ ഞെട്ടി. ഒരു ബ്രില്യൻസ് ഒബ്സർവേഷൻ ആയിരുന്നു അത്. അതെങ്ങനെ മനസ്സിലാക്കി? അത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ പുറത്ത് നടക്കുന്നത് അതുപോലെ പറഞ്ഞിരുന്നു. സൂപ്പർ ഗെയിമറാണ് എന്നതിന് തെളിവാണ് ഇത്. പിന്നെ ലാലാട്ടന് എല്ലാ ആഴ്ചയും വന്ന് ഒരു ആവശ്യമില്ലാതെ അനുവിനെ വന്ന് ചാടിക്കളിക്കുന്നു കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു ആ എക്സ്പീരിയൻസ്? ലാലേട്ടനോട് വിജയിച്ച ശേഷം സംസാരിച്ചപ്പോൾ എന്തെങ്കിലും പറഞ്ഞോ ലാലേട്ടൻ? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് എനിക്കും തോന്നിയിട്ടുണ്ട്, എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. അനുമോളെ എല്ലാ ആഴ്ചയും അങ്ങ് ചാടിക്കളിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ലാലേട്ടന് അറിയാം അനുമോളെ കണ്ടൻറ്റ് ഉള്ളെന്ന്. ആ ദിവസവും അനുമോളിനെ വെച്ച കണ്ടൻറ്റ് ഉണ്ടാക്കിയത്. പിന്നെ ലാലേട്ടന് മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു അനുമോൾ ജയിക്കണമെന്ന്. തിരുവനന്തപുരംകാരി ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ എനിക്ക് ഫസ്റ്റ് കുറച്ച് ഒരു മാസം കഴിഞ്ഞ് ഇങ്ങനെ അനുമോൾ ഇങ്ങനെ പറയുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ തോന്നിയിട്ടുണ്ട് ഇത് അനുമോൾക്കൊട്ടൊരു കപ്പാണെന്നാണ് തോന്നുന്നത്. കാരണം അത്രയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ലാലേട്ടനെ ടാർഗറ്റ് ചെയ്യുന്നു. അപ്പോൾ ലാലേട്ടനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ജയിച്ച ചരിത്രമേ ഉള്ളൂ എല്ലാ ബിഗ് ബോസ് നോക്കിയാലും. അപ്പോൾ എങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഈ ലാലേട്ടന് എന്താ പറ്റിയത്, ലാലേട്ടൻ അനുമോൾക്കൊരു കപ്പ് മേടിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണോ എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടും കൂടിയാണ് അനുമോളിനെ ഒരുപാട് പേര് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തത്. ഞാനൊക്കെ അതുകൊണ്ടാണ് കൂടുതലും സപ്പോർട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം. ഫ്രണ്ട്ഷിപ്പ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അപ്പുറത്ത് ഇരുന്ന് നമ്മുടെ കുറ്റം പറയുന്നവരുടെ ആവരുത് നമ്മുടെ ഫ്രണ്ട്സ്. അതായത് ബിഗ് ബോസ് എഴുതിയിട്ടുണ്ട്. അതായത് ബിഗ് ബോസിനകത്തുള്ളവരിനെ ഫ്രണ്ട്ഷിപ്പ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അതായത് അവിടെയുള്ളവർ പിന്നിൽ നിന്ന് കുത്തി, ഇനി പുറത്ത് വന്നാലും കുത്തില്ലെന്ന് ഒരു ഉറപ്പുമില്ല. അതിന് പുറത്തിറങ്ങി ഇതുവരെ നിന്നത് പെർഫെക്റ്റാണ്. കുളം കലക്കാൻ കുറേ ചെന്നായ്ക്കൾ ചോദ്യം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിക്ക് അങ്ങനെ ഒരു കോണ്ടൻറ്റ് കൊടുക്കേണ്ട നീ എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് മാക്സിമം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിജയത്തിൻ്റെ ഒരു ഭാഗമായി അത് മതി, ഇനിയൊരു വിവാദം ഉണ്ടാക്കണ്ട. അത് സത്യമാണ് കേട്ടോ, വിവാദം ഉണ്ടാക്കണ്ട എന്നൊരാൾ പറയുന്നുണ്ട്. പക്ഷേ ശരത്ത് PS പക്ഷേ അനുമോൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല. ഇനി മീഡിയക്കാർ പോയി സോഷ്യൽ മീഡിയയിൽ നിന്ന് ചോദിച്ചാലും ഒരാളെ പോലും കുറ്റം പറയുന്നത്. എല്ലാവരോടും സ്നേഹം, എല്ലാവർക്കും സന്തോഷം, എല്ലാവരോടും സ്നേഹം എന്നേ പറയുന്നുള്ളൂ. ഒരാളും പോയി അവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് മോശം സംസാരിക്കരുത് എന്നാണ് പറയുന്നുള്ളൂ. അല്ലാതെ അവരെ എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തു അങ്ങോട്ട്, അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്തൊക്കെ ചെയ്താലും കപ്പ എൻ്റെ വീട്ടിലാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമെന്നേ പറയുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അനുമോൾ പറയുന്നുള്ളൂ. അല്ലാതെ ഇവർ ഈ പറയുന്ന പോലെ അങ്ങനെ തെറിയും കുറ്റമൊന്നും പറയുന്നില്ല. ഞാനും ട്രിവാൻഡ്രമാണ്. ഒരു ദിവസം അനുക്കുട്ടിയെ കാണണമെന്നുണ്ട്. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ള. ആളുകൾ തിരിച്ചും മറിച്ചും ചോദിക്കും, എല്ലാത്തിനും ആലോചിച്ച് ഉത്തരം കൊടുക്കാവോ? അനുക്കുട്ടിയുടെ വായിൽ എന്തെങ്കിലും വീണ് കിട്ടാൻ കാത്തിരിക്കുന്ന പ്രാർത്ഥന. അതായത് അതൊക്കെ ശരിയാണ്. അനുമോൾ അങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അനുമോൾ പറയില്ല. അവിടെ എറണാകുളത്ത് തന്നെ ഒന്ന് രണ്ട് ഇതിന് വന്നപ്പോൾ ഇനാഗ്രേഷന് വന്നിട്ട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ കറക്റ്റ് മറുപടി പറഞ്ഞിരിക്കുന്നത്. മറ്റും കണ്ടസ്റ്റൻറ്റുകളായുള്ള അനുഭവങ്ങൾ പറയുക. അത് കപ്പ് കിട്ടിയതിന് ശേഷം ആഫ്റ്റർ പാർട്ടിയിൽ ലാലേട്ടനും കണ്ടസ്റ്റൻറ്റുകളുടെ അനുഭവങ്ങളൊക്കെ പറയണമെങ്കിൽ അനുമോൾക്ക് ഒരു വീഡിയോ തന്നെ ചെയ്യേണ്ടേ. അനുഭവങ്ങൾ എടുത്ത് എന്ന് 16 ലക്ഷം PR കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് 14 ലക്ഷം വോട്ട് കിട്ടി ജയിച്ചതിന് ഒരു പോയറ്റിക് ജസ്റ്റിസ് ആയി തോന്നിയോ? ആ സത്യം കേട്ടോ. കപ്പ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. സുഖമാണോ? ന്യൂ പ്രോജക്റ്റ് എന്താണ്? മറ്റുള്ളവരെ പറ്റിയൊന്നും പറയാതെ ചിരിച്ചു തള്ളുക, അവിടെയാണ് സ്വന്തം വിജയം. സത്യമാണ്. ഇനി ഒരിക്കൽ കൂടി ഇതേ ആൾക്കാരുടെ കൂടെ 100 ദിവസം ബിഗ് ബോസിൽ നിൽക്കാൻ വിളിച്ചാൽ പോകുമോ? അതിനെന്താ മറുപടി അനുമോട് കൊടുത്തിരിക്കുന്നത് നോക്കട്ടെ. അതിന് മറുപടി കൊടുത്തിട്ടില്ല. എല്ലാത്തിനും മറുപടി കൊടുക്കാമെന്ന നടക്കില്ലല്ലോ. ആനക്കുട്ടിയുടെ ആയുസ് ആരോഗ്യം ദീർഘായുസ് ഇരിക്കട്ടെ. എനിക്കില്ലാതാണ് നിൻ്റെ കൈ ലാലേട്ടനെ ഉയർത്തിയപ്പോൾ ചാടി കൈയടിച്ച ആളാണ് ഞാൻ. അങ്ങനെ ശരിയാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. അതിനുള്ള നിനക്ക് നല്ലതേ വരൂ. അങ്ങനെ ഇഷ്ടംപോലെ കമൻസ് ഉണ്ട്. കുറേ എണ്ണത്തിൽ ഹാർട്ടിന് അനുമോൾ കൊടുത്തിട്ടുണ്ട്. റിപ്ലൈ ഒന്നും വലുതായിട്ടില്ല. എന്നാലും വന്നു ആദില നൂറിയോട് എല്ലാ ജീവിത സാഹചര്യവും അനുമോൾക്ക്
അറിയാവുന്നത് അല്ലേ? അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂ വരാൻ കാരണം അവരുടെ പാസ്റ്റാണ്, അല്ലാതെ അനുമോളെ വിശ്വാസമില്ലാതെ കൊണ്ടല്ല. അവരോട് ക്ഷമിക്ക്. നിങ്ങൾ ഒരുമിച്ചുള്ള വ്ലോഗിന് ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഉണ്ടാകുമോ എന്നൊരു ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അതായത് ആദില നോറയുടെ എല്ലാ ജീവിത സാഹചര്യവും അനുമോൾക്ക് അറിയാവുന്നതല്ലേ? അവരുടെ ട്രസ്റ്റ് ഇഷ്യൂ അവർക്ക് വരാൻ കാരണം അവരുടെ പാസ്റ്റ്. അതൊക്കെ സത്യം തന്നെ. ആദില നോറയുടെ പാസ്റ്റ് കാരണം അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂ വന്നതാണ്. പക്ഷേ ഉറപ്പായിട്ടും ആദില നോറയെ ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ട് അങ്ങനെ പറഞ്ഞതല്ല. അത് നമുക്ക് കണ്ടവർക്ക് മനസ്സിലാകും. അവർക്ക് ജയിക്കാൻ വേണ്ടി അവർ പറഞ്ഞതാണ് ഒന്ന്. പിന്നെ രണ്ടാമത്, അവരെ ഇപ്പം അടുപ്പിക്കാതിരിക്കുന്നതാണ് അനുമോൾക്ക് ഏറ്റവും നല്ലത്. കാരണം അവരുടെ സ്വഭാവം പുറത്ത് വരണം. ഇപ്പം അവരുടെ സ്വഭാവം പുറത്ത് വരില്ല. കാരണം ഇപ്പം അനുമോള് ഇവരെ വിളിക്കും എന്ന് വിചാരിച്ചൊന്നും പറയുന്നില്ല. അത് മനസ്സിലാകണമെങ്കിൽ അവരുടെ ലൈവ് ഒന്ന് രണ്ടെണ്ണം നിങ്ങൾ കാണണം, ലൈവ് വരുന്ന സമയത്ത്. അപ്പോൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നൂറ കുഴപ്പമില്ല, ആദിലിൻ്റെ മുഖത്തൊരു ഒരു അനുമോള എന്നുള്ള രീതിയിൽ ഒരു ചിരിയും ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവരെന്തുകൊണ്ടാണ് ഒന്നും പറയുന്നില്ലെന്ന് വെച്ചാൽ, അത് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഇപ്പോൾ വിളിച്ചാലോ, ഇനി വീട്ടിലേക്ക് വിളിച്ചാലോ എന്നുള്ള ബേസിലാണ്. അനുമോൾ ഇനി വിളിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഇവരുടെ തനി സ്വഭാവം പുറത്ത് വരുമോ എന്ന് നമുക്ക് അറിയണം. എന്നിട്ട് അനുമോൾ അവരെ അടുപ്പിച്ചാൽ മതി. മനസ്സിലായോ? അല്ലാതെ അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നീട് എപ്പോഴാണെങ്കിലും പിന്നിൽ നിന്ന് കുത്തും. പിന്നിൽ നിന്ന് കുത്തുന്നവർ എനി ടൈം എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് പിന്നിൽ നിന്ന് കുത്തും. അപ്പോൾ നമ്മളെ ഇപ്പോൾ അവരെ അടുപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവരുടെ സ്വഭാവം മാറുമോ മാറില്ലയോ, ഇവർ ഇനി അനുമോള് തീരെ ഇവരെ വിളിക്കാതിരിക്കുമ്പോൾ ഇവർ ഇനി എവിടെയും പോയി ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ എവിടെയും പോയിട്ട് സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ഇവരോട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഇനി ഒരുപാടുണ്ട് കേട്ടോ. അതൊക്കെ എല്ലാം കൂടി വായിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒന്നും തീരില്ല. അതുകൊണ്ട് ഓക്കെ, ഇതൊക്കെയാണ് അനുമോളുടെ വിശേഷം. എന്തായാലും അനുമോള് എല്ലാവർക്കും നല്ല നല്ല മറുപടികളാണ് കൊടുക്കുന്നതും. അതായത് ലൈവിൽ വന്നപ്പോൾ ആൾ ചോദിക്കുന്നതിനൊക്കെ ഒരാളെക്കുറിച്ച് മോശം പറയാതെ അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ് എന്നുള്ള രീതിയിലാണ് അനുമോള് സംസാരിക്കുന്നത്. അല്ലാതെ മറ്റ് വിഷവിത്തുകളെ പോലെ വളരെ മോശമായിട്ട് എന്തായാലും സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് സൂപ്പറാണ് അനുമോളെന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, ബൈ.